ഹലോ തേർഡ് ഇയേഴ്സ്. ഇന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് നാഷണൽ പ്രോഗ്രാംസ് റിലേറ്റഡ് ടു ചൈൽഡ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ. അതായത് നാഷണൽ പ്രോഗ്രാംസ് റിലേറ്റഡ് ടു ചൈൽഡ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ. അതായത് കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ഒരുപാട് നാഷണൽ പ്രോഗ്രാം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ എല്ലാം തന്നെ സ്റ്റുഡൻസ് വെൽഫെയറിന് അല്ലെങ്കിൽ ചൈൽഡിൻ്റെ വെൽഫെയറിന് വേണ്ടിയുള്ള ഒരുപാട് പ്രോഗ്രാമാണ് ഇപ്പോൾ ഓരോ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം അതിനകത്ത് പിള്ളേരുടെ റൈറ്റ്സ് ഓഫ് ദി ചിൽഡ്രൻ പഠിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പഠിക്കാനുള്ളത് നാഷണൽ പ്രോഗ്രാം റിലേറ്റഡ് ടു ചൈൽഡ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ്ഡ് ഹെൽത്ത് കെയർ സിസ്റ്റം ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയ സമയം തൊട്ട് ഇന്ത്യ ഗവൺമെൻറ് കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടി ഒരു നെറ്റ്വർക്ക് പ്രോഗ്രാമാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനകത്ത് ഡിഫറൻറ്റ് നാഷണൽ പ്രോഗ്രാംസ് ഓരോരോ കാര്യങ്ങൾക്കും വേണ്ടി അവർ ഇന്ത്യ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ അതാണ് നമ്മളിപ്പം സം ടോട്ടലായിട്ട് ഇവിടെ പഠിക്കാൻ പോകുന്നത്. അതായത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓർഗനൈസ്ഡ് ഹെൽത്ത് കെയർ സിസ്റ്റം ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്. റീഓർഗനൈസ്ഡ്, അതായത് ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള സമയം എന്ന് വെച്ചാൽ അത് ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പരിമിതികളുണ്ടായിരുന്നു. പല കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ലായിരുന്നു പല മിനിസ്ട്രിയിലും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇൻഡിപെൻഡൻസ് ആയതിനു ശേഷമാണ് അപ്പം ഒത്തിരി റീഓർഗനൈസേഷനൊക്കെ മിനിസ്ട്രിയിൽ വന്നു. മനസ്സിലായോ? ഓരോ തലങ്ങളിലും റീഓർഗനൈസേഷൻ വന്നപ്പം ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഹെൽത്തുമായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മിനിസ്ട്രി. അപ്പോൾ ആ മിനിസ്ട്രി എല്ലാ കാര്യങ്ങളും റീഓർഗനൈസ് ചെയ്തു. അങ്ങനെ റീഓർഗനൈസ് ചെയ്തപ്പോൾ കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടി ഒരുപാട് നാഷണൽ പ്രോഗ്രാം എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ പ്രോഗ്രാമിനെ പറ്റിയാണ് നമ്മളിതിൽ പറയുന്നത്. അപ്പം എയിം വാസ് ടു കോമ്പാക്ട് ദ ഹെൽത്ത് പ്രോബ്ലംസ് ലൈക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, എൻവയൺമെൻറ്റൽ സാനിറ്റേഷൻ, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആൻഡ് പുവർ ന്യൂട്രീഷൻ. മനസ്സിലായോ? ഇത്രയും ഒരുപാട് റീഓർഗനൈസേഷൻ ചെയ്തെങ്കിലും അതിനകത്ത് കൂടുതൽ അതിൻ്റെ എല്ലാം എയിം എന്താണെന്ന് വെച്ചാൽ ടു കോമ്പാറ്റ്. അതായത് ആ സമയത്ത് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലം ഇന്ത്യയിലുണ്ടായിരുന്നു. അതിൽ മെയിൻ പ്രോബ്ലംസ് ആയിരുന്നു കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പിന്നെ എൻവയൺമെൻറ്റൽ സാനിറ്റേഷൻ. പിന്നെ അതായത് എൻവയൺമെൻറ്റ് ഒട്ടും സാനിറ്റൈസ്ഡ് അല്ല, അങ്ങനെ അത് കമ്മ്യൂണിക്കബിൾ ഡിസീസൊക്കെ വരാനൊക്കെ എൻവയൺമെൻറ്റൽ സാനിറ്റേഷൻ ഇല്ലാത്ത ഒരു കാരണമായി. പിന്നെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, അതായത് അന്ന് ഇന്ത്യയുടെ ജനസംഖ്യ ഒരുപാട് കൂടുതലായിരുന്നു. അപ്പോൾ അതിനെ ഫാമിലി പ്ലാനിംഗ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിനെ ജനസംഖ്യ കുറയ്ക്കാനുള്ള മെത്തേഡ് ഇങ്ങനെയൊക്കെയുള്ളത് കണ്ടുപിടിച്ചു. പിന്നെ അതുപോലെ തന്നെ പുവർ ന്യൂട്രീഷൻ ആവശ്യത്തിന് കിട്ടാത്തതുകൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് ന്യൂട്രീഷണൽ പ്രോബ്ലം, മെയിൻലി മരാസ്മസ്, ക്വഷിയർക്കർ, വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, ഇങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം കൂടെ കോമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ ഗവൺമെൻറ് ഇൻഡിപെൻഡൻസിന് ശേഷം ഒത്തിരി ഹെൽത്ത് സിസ്റ്റം റീഓർഗനൈസ് ചെയ്തത്. മനസ്സിലായോ? അതെങ്ങനെയാണ് റീഓർഗനൈസ് ചെയ്തതെന്ന് വെച്ചാൽ ഇറ്റ് വാസ് ഇംപ്ലിമെൻറ്റിങ് എ നെറ്റ്വർക്ക് ഓഫ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റ് ലെവലിലല്ല അത് ഫങ്ഷൻ ചെയ്യുന്നത്, നാഷണൽ ലെവലിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇപ്പം ഒരുപാട് നാഷണൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഇപ്പം നാഷണൽ പ്രോഗ്രാം ഓഫ് കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, നാഷണൽ പ്രോഗ്രാം ഓഫ് കൺട്രോളിങ് ന്യൂട്രീഷൻ, ഇങ്ങനെ ഒരുപാട് ഓരോ മേഖലയെയും അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യ ഗവൺമെൻറ് ഒരുപാട് നാഷണൽ പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ അതാണ് നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നാഷണൽ പ്രോഗ്രാംസ് റിലേറ്റഡ് ടു ചൈൽഡ് ഹെൽത്ത് ആൻഡ് വെൽഫെയറിലെ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ നാഷണൽ ഹെൽത്ത് പോളിസി ഓഫ് 2001. മനസ്സിലായോ? നാഷണൽ ഹെൽത്ത് പോളിസി ഓഫ് 2001. അപ്പം ഇന്ത്യക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ ഒരുപാടെണ്ണം ഇതിന് നേരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. അതെന്തൊക്കെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പഠിച്ചു. പിന്നെ കാലം മുന്നോട്ട് പോയപ്പോൾ അതിനകത്ത് ഒത്തിരി റീഓർഗനൈസേഷനൊക്കെ ഗവൺമെൻറ് നടത്തി. ആ റീഓർഗനൈസ് ചെയ്തതിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. മനസ്സിലായോ? ഇതിന് മുമ്പേ തന്നെ നമ്മൾ ഒരുപാട് പ്രോഗ്രാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ ചിലതൊക്കെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഒക്കെ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അതുകൊണ്ടെല്ലാം തന്നെ ഗവൺമെൻറ്റിലെ ലക്ഷ്യമൊന്നും നേടിയെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പം വീണ്ടും അവർ പല പ്രോഗ്രാമും റീഓർഗനൈസ് ചെയ്തു. അപ്പോൾ റീഓർഗനൈസ് ചെയ്തതിന് ശേഷമുള്ള പ്രോഗ്രാംസാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അതാണ് പറയുന്നത് നാഷണൽ പ്രോഗ്രാംസ് റിലേറ്റഡ് ടു ചൈൽഡ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ. അതിനകത്ത് ഒന്നാമത്തെ ആണ് നാഷണൽ ഹെൽത്ത് പോളിസി ഓഫ് 2001. 2001 എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടി ഒരുപാട് കാലത്തിന് ശേഷമുള്ള സമയമാണല്ലോ 2001. അപ്പം സ്വാതന്ത്ര്യം കിട്ടി 1947 തൊട്ട് 2001 വരെയുള്ള സമയത്ത് വേറെ പല പ്രോഗ്രാംസും ഒക്കെ നടന്നു.
മനസ്സിലായോ? അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ് ഞാൻ പഠിച്ചു, നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതൊന്നും കൊണ്ട് ഗവൺമെൻറ്റിന് വലിയ വലിയ ലക്ഷ്യം സാധിക്കാനൊന്നും പറ്റിയില്ലാത്തതുകൊണ്ടാണ് അവർ അഗെയിൻ റീഓർഗനൈസ്ഡ് ദ ഹെൽത്ത് കെയർ സെറ്റിങ്സ് ആൻഡ് അഗെയിൻ ദേ സ്റ്റാർട്ടഡ് മെനി നാഷണൽ പ്രോഗ്രാംസ്. മനസ്സിലായല്ലോ? അപ്പോൾ അതിനകത്ത് ആദ്യം ഞാൻ പറഞ്ഞാണ് നാഷണൽ ഹെൽത്ത് പോളിസി ഓഫ് 2001. സെക്കൻഡ് വൺ ഈസ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. തേർഡ് വൺ ചൈൽഡ് സർവൈവൽ ആൻഡ് സേഫ് മദർഹുഡ് പ്രോഗ്രാം. Fourth one, reproductive and child health program. Then fourth one, the diarrheal disease control program. Then last one, nutritional program. ഇങ്ങനെ 6 പ്രോഗ്രാംസ് ആണ് അവർ നാഷണൽ പ്രോഗ്രാമായിട്ട് ഇമ്മീഡിയറ്റ്ലി അതിന് ഇഫക്റ്റ് കിട്ടേണ്ട പ്രോഗ്രാമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ 6 പ്രോഗ്രാം നാഷണൽ പ്രോഗ്രാമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതായത് നാഷണൽ ഹെൽത്ത് പോളിസി ഓഫ് 2001, ദെൻ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, third one child survival and safe motherhood program, fourth one reproductive and child health program, then fifth one diarrheal disease control program, and last one nutrition program. ഇങ്ങനെ 6 പ്രോഗ്രാമാണ് നാഷണൽ പ്രോഗ്രാം റിലേറ്റഡ് ടു ചൈൽഡ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ എന്നും പറഞ്ഞ് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തത് നാഷണൽ ഹെൽത്ത് പോളിസി ഓഫ് 2001. അതിനകത്ത് ദിസ് ഈസ് ഫോർമുലേറ്റഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഇൻ 2001, ആൻഡ് ദ എയിം വാസ് ടു അച്ചീവ് ദ ഫോളോയിങ് ഗോൾസ് റിലേറ്റഡ് ടു ചൈൽഡ് ഹെൽത്ത് ബൈ 2001 to 2015. അതായത് 2001 ഇത് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും 2001 തൊട്ട് 2015 വരെയുള്ള 15 ഇയേഴ്സ് കാലഘട്ടത്തിൽ ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇത് തുടങ്ങിയത്. ആ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ഇറാഡിക്കേഷൻ ഓഫ് പോളിയോ ബൈ 2005, റെഡ്യൂസ് IMR അതായത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ടു 30 per 1000 by 2010, then to reduce the maternal mortality rate to 10 by 1 lakh by 2010. ഇത്രയും കാര്യങ്ങളാണ് അത് മെയിൻലി അവരുടെ ലക്ഷ്യത്തിലുണ്ടായിരുന്നത്. മനസ്സിലായോ? ആൻഡ് ഓൾ ദ ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാംസ് ഡയറക്റ്റഡ് ടു ദീസ് ഗോൾസ്. അപ്പോൾ ഇങ്ങനെ ഒരു 3 ഗോൾ ലക്ഷ്യമിട്ടാണ് നാഷണൽ ഹെൽത്ത് പോളിസി 2001 തുടങ്ങിയത്. മനസ്സിലായല്ലോ? അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് 2001 അത് തുടങ്ങിയത്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടൈം റിലേറ്റഡ് ആയിട്ട് 3 ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുക. അതായത് ടു അച്ചീവ് ദ ഫോളോയിങ് ഗോൾസ് റിലേറ്റഡ് ടു ചൈൽഡ് ഹെൽത്ത് ബൈ 2001 to 2015. അപ്പോൾ അവരൊരു കാലയളവ് വെച്ചു. 2001 തൊട്ട് 2015 വരെയുള്ള സമയത്തിനുള്ളിൽ 3 ലക്ഷ്യങ്ങൾ സാധിക്കണം. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇറാഡിക്കേഷൻ ഓഫ് പോളിയോ ബൈ 2005. പോളിയോ എന്ന് പറയുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസ് 2005 ആകുമ്പോഴത്തേക്കും ഇറാഡിക്കേറ്റ് ചെയ്യുക, അതായത് ഇന്ത്യയിൽ ആ രോഗം ഇല്ലാതാക്കുക. പിന്നെ രണ്ടാമത്തെയാണ് റെഡ്യൂസ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. അതായത് അറിയാമല്ലോ നമുക്ക് എന്താ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, നമ്മൾ പീഡിയാട്രിക്സിൽ പഠിച്ചിട്ടുള്ള ആ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് 1030 ഉള്ളത് ആ റേഞ്ചിലേക്ക് കൊണ്ടുവരിക. അതൊക്കെ വളരെ കൂടുതൽ 60-70 ഒക്കെ ഉണ്ടായിരുന്നു. അത് കുറഞ്ഞ് 2010 ആകുമ്പോഴത്തേക്കും ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് 1030, അതായത് 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 30 പേര് ഇത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി കൊണ്ട് മരിക്കാവുള്ളൂ. അങ്ങനെ ഒരു റേറ്റിലേക്ക് വരിക. അതിന് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ അതിലൊക്കെ വളരെ കൂടുതലായിരുന്നു. 1000 പേര് ജനിക്കുമ്പോൾ ചിലപ്പോൾ 100 കുട്ടികൾ ഇൻഫൻസ് മരിക്കുമായിരുന്നു. അപ്പോൾ അന്നത്തെ ആ റേറ്റിൽ നിന്ന് കുറച്ച് 30ലേക്ക് കൊണ്ടുവരിക. പിന്നെ ഒന്ന് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിനെ പറ്റിയാണ് ലക്ഷ്യം വെച്ചത്. അതെത്രയാണെന്ന് വെച്ചാൽ 1 ലക്ഷം ആൾക്കാരിൽ 10 പേര് മാത്രമേ മെറ്റേണൽ പ്രോബ്ലം കൊണ്ട് മരിക്കാൻ പാടുള്ളൂ. അതായത് അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ലക്ഷത്തിൽ 10 ആകാൻ പാടുള്ളൂ. എപ്പം 2010 ആകുമ്പോഴത്തേക്കും. ഇങ്ങനെ 3 ലക്ഷ്യമാണ് അവർ വെച്ചത് അതിനകത്ത്. അതുകൊണ്ട് എല്ലാ ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാമിനെയും ഈ ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഉള്ള തരത്തിലാണ് അറേഞ്ച് ചെയ്തത്. മനസ്സിലായോ? അതാണ് നാഷണൽ ഹെൽത്ത് പോളിസി എന്ന് പറഞ്ഞ ആദ്യത്തെ കാര്യം. പിന്നെ രണ്ടാമത്തത് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമാണ്. ഈ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിനകത്ത്, അതായത് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണെന്ന്. കുട്ടികളെ അതായത് പ്രിവെൻറ്റബിൾ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് എഗൻസ്റ്റ് ആയിട്ട് അവരെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാക്സിനേഷൻ കൊടുക്കുന്നതിനാണ് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. പ്രിവെൻറ്റബിൾ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് എഗൻസ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് വാക്സിനേഷൻ കൊടുത്ത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പം അത് പണ്ട് അതിൻ്റെ പേര് ഇങ്ങനെ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഈ പുതിയ ലക്ഷ്യം വന്നപ്പോൾ തൊട്ട് അതിൻ്റെ പേര് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്നാക്കി. അതായത് ദിസ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് യൂസ്ഫുൾ പ്രോഗ്രാം
ഈ 6 പറഞ്ഞതിൽ ഏറ്റവും ലാർജസ്റ്റും മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. ആൻഡ് സക്സസ് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ചൈൽഡ്ഹുഡ് മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി ഇൻ പ്രിവെൻറ്റബിൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അതായത് ഈ ലക്ഷ്യം അത് എത്രമാത്രം അവർ നേടിയെടുത്തു എന്ന് അറിയണമെങ്കിൽ അതെങ്ങനെയാണ് അസസ് ചെയ്യുന്നത്? അതായത് കുട്ടികളിൽ എത്ര പേർക്ക് അവരുടെ ചൈൽഡ്ഹുഡ് ഡിസീസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവർ എത്ര പേര് ചൈൽഡ്ഹുഡ് ഡിസീസ് കൊണ്ട് മരിക്കുന്നു, അല്ലെങ്കിൽ പ്രിവെൻറ്റബിൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൊണ്ട് എത്ര കുട്ടികൾ മരിക്കുന്നു എന്നുള്ള ഇതിനെ അസസ് ചെയ്തായിരുന്നു അവർ ഈ ഒരു പ്രോഗ്രാമിൻ്റെ സക്സസ് മെഷർ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ദ സക്സസ് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ചൈൽഡ്ഹുഡ് മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി ഇൻ പ്രിവെൻറ്റബിൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അതായത് പ്രിവെൻറ്റബിൾ കമ്മ്യൂണിക്കബിൾ ഡിസീസായ രോഗങ്ങൾ എത്രമാത്രം കുട്ടികളിലുണ്ടാകുന്നു, അല്ലെങ്കിൽ ആ രോഗങ്ങൾ കൊണ്ട് എത്ര കുട്ടികൾ മരിക്കുന്നു, അങ്ങനെ അതിനെ അസസ് ചെയ്ത് അവർ പൊയ്ക്കൊണ്ടിരുന്നത്. മനസ്സിലായോ? പിന്നെ പ്രോഗ്രാം സ്റ്റാർട്ടഡ് ഇൻ 1978. നമ്മൾ പറഞ്ഞല്ലോ ആദ്യമേ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ തുടങ്ങിയെങ്കിൽ പോലും ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ചില കാര്യങ്ങളൊക്കെ തുടങ്ങിയെങ്കിൽ അതൊന്നും അവർക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റാത്തതുകൊണ്ടാണ് 1978 ആയപ്പോഴത്തേക്കും ഈ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. മനസ്സിലായോ? പിന്നെ 1995 ഒബ്ജക്റ്റീവ് റിവൈസ് ചെയ്തു ആൻഡ് ഇറ്റ് ഈസ് റീനെയിംഡ് ആസ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. അതായത് 1985 ആയപ്പോഴാണ് ഈ പുതിയ പേര് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന് കൊടുത്തത്. അതായത് 1985 ഒബ്ജക്റ്റീവ് കുറേ കൂടെ റിവൈസ് ചെയ്തു, അന്നേരം അതിൻ്റെ പേര് അവർ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്നാക്കി. ഓക്കെ. പിന്നെ മീസിൽസിൻ്റെ വാക്സിനേഷനും ഈ സമയത്ത് 1985 ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിലോട്ട് ആഡ് ചെയ്തത്. ആദ്യമൊന്നും മീസിൽസിന് അഗൻസ്റ്റ് ആയിട്ട് വാക്സിൻ കൊടുക്കുന്നില്ലായിരുന്നു. പക്ഷേ 1985 ആയപ്പോഴാണ് ഈ പറയുന്ന ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്നുള്ള ഒരു കാര്യം കൂടെ, അതായത് മീസിൽസിന് അഗൻസ്റ്റ് ആയിട്ടും കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിനുവേണ്ടി വാക്സിൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള പദ്ധതി കൊണ്ടുവന്നത് 1985. അതിന് മുമ്പ് വരെ മീസിൽസ് വാക്സിനേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നില്ല. ഓക്കെ. പിന്നെ പ്രോഗ്രാം കവേർഡ് ഓൾ ഓഫ് ഇന്ത്യ ഇൻ 1985. അപ്പോൾ 1985 ആയപ്പോഴാണ് ഇതിന് കുറേ കൂടെ പുരോഗതിയൊക്കെ ഉണ്ടായത്. ആ സമയത്താണ് മീസിൽസ് വാക്സിനേഷൻ ആഡ് ചെയ്തത്. ആ സമയത്താണ് പിന്നെ ഈ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ പേര് മാറ്റി യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ആക്കിയത്. ആ സമയത്താണ്. തന്നെയല്ല 1985 ആയപ്പോഴത്തേക്കും ഓൾ ഓഫ് ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഇമ്മ്യൂണൈസേഷൻ കൊടുക്കാൻ ഉള്ള പദ്ധതി രൂപീകരിച്ചതൊക്കെ 1985. അതിന് മുമ്പേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ടൗൺസ് ആൻഡ് സിറ്റീസിൽ അല്ലെങ്കിൽ അർബൻ ഏരിയാസിലൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു, റൂറൽ ഏരിയാസിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഓൾ ഓവർ ഇന്ത്യയിൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തത് 1985. അപ്പോൾ 1985 എന്ന് പറഞ്ഞാൽ ഈ ഇമ്മ്യൂണൈസേഷനിൽ കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ ഒരു ലാൻഡ് മാർക്കാണ്. ഒരു 3 കാര്യങ്ങൾ അവിടെ കൂടുതലായിട്ട് സാധിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ, അതായത് നേരത്തെയുള്ള ഒബ്ജക്റ്റീവ് റിവൈസ് ചെയ്തു, പിന്നെ മീസിൽസിന് അഗൻസ്റ്റ് ആയിട്ട് വാക്സിനേഷൻ കൊടുക്കാനുള്ള പദ്ധതി അവിടെ കൊണ്ടുവന്നു, പിന്നെ ഇന്ത്യയിലെ ഓൾ പോപ്പുലേഷനെയും ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം കൊണ്ട് കവർ ചെയ്യാൻ അവർക്ക് സാധിച്ചു. എന്നുവെച്ചാൽ ഇപ്പോൾ തന്നെ ആണെങ്കിലും റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും എല്ലാവർക്കും ഇമ്മ്യൂണൈസേഷൻ കിട്ടും എന്ന് പ്രോഗ്രാമിൻ്റെ പ്രയോജനമുണ്ടെന്നുള്ള ഒരു അവസ്ഥ വന്നത് 1985. അപ്പോൾ അതാണ് യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അതിനകത്ത് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനെ പറ്റി നിങ്ങൾ പഠിച്ചപ്പോൾ കാണും അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാമല്ലോ, അത് ഞാൻ ഇതിനകത്ത് നിങ്ങളുടെ പുസ്തകത്തിനകത്ത്, റിംബിൾഷമ്മയുടെ പുസ്തകത്തിനകത്ത് ലേറ്റസ്റ്റ് ഷെഡ്യൂൾ ഓഫ് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ്റെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അതായത് കുട്ടികൾക്ക് ജനിക്കുമ്പോഴേ ഏതൊക്കെ വാക്സിനാണ് കൊടുക്കേണ്ടത്, പിന്നെ അത് കഴിയുമ്പോൾ 6 വീക്സിൽ ഏതൊക്കെ കൊടുക്കണം, 10 വീക്സിൽ ഏതൊക്കെ കൊടുക്കണം, 14 വീക്സിലാകുമ്പോൾ ഏതൊക്കെ കൊടുക്കണം, പിന്നെ 9 മന്ത്സിൽ ഏതൊക്കെ കൊടുക്കണം, പിന്നെ ടോട്ടലർ ഏജ് ഗ്രൂപ്പ് ആകുമ്പോൾ ഏതൊക്കെ കൊടുക്കണം, പ്രീ സ്കൂളർ ആകുമ്പോൾ ഏതൊക്കെ കൊടുക്കണം, പിന്നെ സ്കൂൾ ഏജിൽ ഏതൊക്കെ കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് 10 ഇയേഴ്സിലും 16 ഇയേഴ്സിലും ഇങ്ങനെയാണ് അവിടെ വരെ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കാനുള്ള പ്രൊവിഷനുണ്ട്. മനസ്സിലായി? അതൊക്കെ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ കൊടുക്കേണ്ടതെന്നാണ് അതിനകത്തുള്ള ആ ഒരു ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ചാർട്ടുണ്ട്. അത് നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചോണം. പിന്നെ തന്നെയല്ല, നമ്മൾ കമ്മ്യൂണിറ്റിയിലൊക്കെ, നിങ്ങൾ സെക്കൻഡ് ഇയറിലൊക്കെ കമ്മ്യൂണിറ്റിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ ചാർട്ടൊക്കെ നിങ്ങളുടെ കാണും. നിങ്ങൾ അതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുമല്ലോ സെക്കൻഡ് ഇയർ കമ്മ്യൂണിറ്റിയിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ എന്നാലും ഞാനൊന്ന് പറയാം, ഇൻഫൻറ്റ് രാം എന്ന് പറയുമ്പോൾ അതിനകത്ത് ആദ്യമേ അറ്റ് ബർത്തിലാണ് BCG കൊടുക്കും, ഓറൽ പോളിയോ ആദ്യത്തെ ഡോസ് കൊടുക്കും അല്ലേ. പിന്നെ 6 മന്ത്സ് കഴിയുമ്പം BCG ഫസ്റ്റ് ഡോസ് കൊടുത്തില്ലെങ്കിൽ ആ സമയത്ത് കൊടുക്കാം. പിന്നെ DPTയുടെ ഫസ്റ്റ് ഡോസും ഓറൽ പോളിയോയുടെ ഫസ്റ്റ് ഡോസുമാണ് കൊടുക്കുന്നത്. പിന്നെ 10 വീക്സ് ആകുമ്പോഴത്തേക്ക്
DPTയുടെ സെക്കൻഡ് ഡോസും ഓറൽ പോളിയോ വാക്സിനേഷൻ്റെ സെക്കൻഡ് ഡോസും കൊടുക്കും. മനസ്സിലായോ? 10 വീക്സിൽ. പിന്നെ 14 വീക്സ് ആകുമ്പോഴത്തേക്ക് DPTയുടെ തേർഡ് ഡോസ് കൊടുക്കും, ഓറൽ പോളിയോയുടെയും തേർഡ് ഡോസ് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ഒരു 9 മന്ത്സ് ആകുമ്പോഴാണ് മീസിൽസ് വാക്സിനേഷൻ കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇൻഫൻസിയിലുള്ള വാക്സിനേഷൻ കഴിഞ്ഞു. ഏതൊക്കെ സമയത്ത്? അറ്റ് ബർത്ത്, 6 വീക്സ്, 10 വീക്സ്, 14 വീക്സ്, 9 മന്ത്സ്. അപ്പോൾ ഇൻഫൻസി കഴിഞ്ഞു. പിന്നെ ടോട്ടലർ ഏജ് ഗ്രൂപ്പ് വരുമ്പോൾ 16 to 24 മന്ത്സ്, അതായത് 1.5 വയസ്സ് 2 വയസ്സാകുമ്പോഴത്തേക്കും DPTയുടെ ബൂസ്റ്റർ ഡോസ്, DPTയുടെ ഓറൽ പോളിയോയുടെയും ബൂസ്റ്റർ ഡോസ് കൊടുക്കും. മനസ്സിലായോ? പിന്നെ പ്രീ സ്കൂൾ ചൈൽഡ്, അതായത് 5 വർഷം ആകുമ്പോഴത്തേക്കും, അതായത് ഇപ്പം നമ്മൾ 6ാമത്തെ വയസ്സിലാണ് സ്കൂൾ ഏജ് തുടങ്ങുന്നത്, അതുകൊണ്ട് 5 വയസ്സിൽ പ്രീ സ്കൂളറിന് DTയുടെ സെക്കൻഡ് ബൂസ്റ്റർ ഡോസ് കൊടുക്കും. അപ്പം DPT എന്ന് പറയത്തില്ല, അതിനെ DT എന്നേ പറയുന്നുള്ളൂ. അതായത് ഡിഫ്തീരിയയ്ക്കും ടെറ്റനസിനും മാത്രമേ സെക്കൻഡ് ബൂസ്റ്റർ കൊടുക്കുന്നത് അന്നേരമാണ്. പിന്നെ സ്കൂൾ ഏജ് എന്ന് പറയുമ്പോൾ അതിനെ രണ്ടായിട്ടാണ് തിരിച്ചേക്കുന്നത്, 10 ഇയേഴ്സും 16 ഇയേഴ്സും. 10 ഇയേഴ്സ് ആകുമ്പോൾ TTയുടെ ഒരു ഡോസ് കൊടുക്കും, 16 ഇയേഴ്സ് ആകുമ്പോൾ എഗെയിൻ TTയുടെ വേറൊരു ഡോസും കൊടുക്കും. അങ്ങനെ ഇമ്മ്യൂണൈസേഷൻ അവിടെ തീരുക ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത് ഓരോന്നും എത്ര മെഡിസിൻ വീതമാണ് കൊടുക്കുന്നത്, അതെങ്ങനെയാണ്, ഓറലി ആണോ, ഇൻട്രാമസ്കുലറി ആണോ, സബ്ക്യൂട്ടൻസ് ആണോ, ഇതെല്ലാം തന്നെ നിങ്ങൾക്കറിയാം. കാരണം നിങ്ങൾ സെക്കൻഡ് ഇയറിൽ കമ്മ്യൂണിറ്റി പോയിട്ടുള്ള കുട്ടികളാണ്. തന്നെയല്ല, നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഈ റിംപിൾ ശർമ്മയുടെ പുസ്തകത്തിനകത്ത് ആ ഷെഡ്യൂളെല്ലാം ഒരു ചാർട്ട് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം, പഠിക്കണം. അത് തിയററ്റിക്കൽ നോളജിന് വേണ്ടി മാത്രമല്ല, നമ്മൾ പ്രാക്ടിക്കലി നമ്മളത് അറിയണം. ഇപ്പം തന്നെ ഒരു ഇഞ്ചക്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്, ഇൻട്രാമസ്കുലർ ആയിട്ടാണോ, അതോ ഏതെങ്കിലും സബ്ക്യൂട്ടേനിയസ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ അതിനോട്ട് പിന്നെ പോളിയോ ഓറലാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എത്ര ഡ്രോപ്സ് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ അറിയണമെങ്കിൽ യു ഹാവ് ടു ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. പീഡിയാട്രിക്സിൻ്റെ ക്ലിനിക്കൽ നോളജിൽ അത് ഇമ്പോർട്ടൻ്റ്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലെ പോസ്റ്റിങ്ങിന് പോകുമ്പോഴേ അവിടെ ഇമ്മ്യൂണൈസേഷൻ പ്രത്യേകം നിങ്ങളെ പോസ്റ്റിങ്ങിന് ഇടുന്നുണ്ട്. ഇമ്മ്യൂണൈസേഷൻ കൊടുക്കാൻ ഓരോ ആഴ്ചയിൽ 1-2 ദിവസം കുട്ടികളെയും കൊണ്ട് പേരൻസ് വരാറുണ്ടല്ലോ. അപ്പോഴും ഏതൊക്കെ വാക്സിനേഷൻ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നതെന്ന് അറിയണം. അപ്പോൾ പ്രാക്ടിക്കൽ നോളജിന് വേണ്ടി യു ഹാവ് ടു ഗോ ത്രൂ ദാറ്റ്. ഓക്കെ. പിന്നെ അപ്പോൾ 2 എണ്ണം കഴിഞ്ഞു. പിന്നെ അടുത്തത് ചൈൽഡ് സർവൈവൽ ആൻഡ് സേഫ് മദർഹുഡ് എന്നുള്ള പ്രോഗ്രാമാണ്. അതിന് ഷോർട്ട് ഫോമിൽ പറയുന്ന പേരാണ് CSSM എന്ന് പറയും. അതായത് ചൈൽഡ് സർവൈവൽ ആൻഡ് സേഫ് മദർഹുഡ് പ്രോഗ്രാം, CSSM. ഇത് സ്റ്റാർട്ട് ചെയ്തത് 1992 ആൻഡ് ഇറ്റ് ഈസ് ദ ഫണ്ട് വാസ് ഗിവൺ ബൈ ദ വേൾഡ് ബാങ്ക് ആൻഡ് ദ യുണിസെഫ്. അതായത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള എക്കണോമിക്കൽ അസിസ്റ്റൻസ് കൊടുത്തത് വേൾഡ് ബാങ്കും യുണിസെഫുമായിരുന്നു. തുടങ്ങിയത് 1992 ഓക്കെ. ദെൻ it is started to expand the focus of government of India to a wider range of child survival and safe motherhood intervention. അതായത് നേരത്തെ കുട്ടികൾക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും അതൊക്കെ കുറേ കൂടെ ഇഫക്റ്റീവ് ആക്കണമെന്ന് ഗവൺമെൻറ്റിന് തോന്നിയത് കൊണ്ടാണ് ഗവൺമെൻറ് വീണ്ടും ഈ പറയുന്ന ചൈൽഡ് സർവൈവൽ ആൻഡ് സേഫ് മദർഹുഡ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ചൈൽഡ് സർവൈവൽ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇമ്മ്യൂണൈസേഷന് വലിയൊരു റോളുണ്ട്. അതുകൂടാതെ അമ്മമാരെയും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തി. അതായത് മദർഹുഡ്, അതായത് മാതൃത്വം സേഫ് ആക്കുക. കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്ന അമ്മമാരുടെ മാതൃത്വം സേഫ് ആക്കണം എന്നുള്ള ഒരു ഇൻറ്റൻഷൻ കൂടെ വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു പുതിയ പ്രോഗ്രാം 1992 സ്ഥാപിച്ചത്. അതാണ് പറയുന്നത്, ഇറ്റ് സ്റ്റാർട്ടഡ് ടു എക്സ്പാൻഡ് ദ ഫോക്കസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു എ വൈഡർ റേഞ്ച് ഓഫ് ചൈൽഡ് സർവൈവൽ ആൻഡ് സേഫ് മദർഹുഡ് ഇൻ്റർവെൻഷൻസ്. മനസ്സിലായോ? അപ്പോൾ അവിടെ അമ്മയ്ക്കും ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പം അതായത് പ്രഗ്നൻസി സമയത്ത് ടെറ്റനസ് ടോക്സോയിഡിൻ്റെ വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ഏതെങ്കിലും കാരണവശാൽ അമ്മയുടെ ഗർഭം അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്ത് ഒരിക്കലും അമ്മയ്ക്ക് അതുകൊണ്ട് ടെറ്റനസ് വരാനൊന്നും പാടില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഇവർക്ക് ടെറ്റനസ് ടോക്സോയിഡ് ഇഞ്ചക്ഷൻ പ്രഗ്നൻസിയിൽ കൊടുക്കണമെന്നുള്ള ഒരു ഉദ്ദേശം വന്നു. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് സേഫ് മദർഹുഡിൻ്റെ ഒരു ഭാഗമാണ്. മനസ്സിലായോ? പിന്നെ ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്രോഗ്രാം വാസ് ടു റെഡ്യൂസ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ബിലോ 60. നേരത്തെ നമ്മൾ പറഞ്ഞില്ല, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 60-ലാക്കണമെന്നാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറച്ച് അതിലും താഴെ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പറയുന്ന ചൈൽഡ് സർവൈവൽ ആൻഡ് സേഫ് മദർഹുഡ് പ്രോഗ്രാമിൻ്റെ ഒരു ഇൻറ്റൻഷനായിരുന്നു. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് 100 എന്ന് പറഞ്ഞു, 2ൽ 100 എന്നുള്ള കണക്കിൽ നിന്ന് വീണ്ടും താഴെ കൊണ്ടുവരിക. മനസ്സിലായോ? അപ്പോൾ അതായിരുന്നു അതിൻ്റെ പ്രത്യേകത. അപ്പം ഒബ്ജക്റ്റീവ് ടു റെഡ്യൂസ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ബിലോ 60/1000 ലൈവ് ബർത്ത് ആൻഡ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് 2/200 ലൈവ് ബർത്ത്. മനസ്സിലായോ? ദെൻ
അപ്പോൾ അതാണ് ചൈൽഡ് സർവൈവൽ ആൻഡ് സേഫ് മദർഹുഡ് പ്രോഗ്രാം. ഇനി അടുത്തത് സ്ട്രാറ്റജീസ് ഫോർ അറ്റൈൻമെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്. അതായത് ഈ പറയുന്ന ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് അതിനകത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു. അതായത് ചൈൽഡ് സർവൈവൽ ഇൻ്റർവെൻഷൻ ഒന്ന്, ചൈൽഡ് സർവൈവൽ ഇൻ്റർവെൻഷൻ, പിന്നെ ആൻഡ് സേഫ് മദർഹുഡ് ഇൻ്റർവെൻഷൻ. മനസ്സിലായി? ഇങ്ങനെ രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സ്ട്രാറ്റജീസ് തുടങ്ങിയത്. അതായത് ഈ നേരത്തെ പറയുന്ന CSSM എങ്ങനെ കൊണ്ടുവരണോ അതിനു വേണ്ടിയുള്ള കുറേ സ്ട്രാറ്റജീസ് ഫോം ചെയ്തു. അതിൽ മെയിൻ രണ്ടെണ്ണമായിരുന്നുള്ള ഒന്ന് ചൈൽഡ് സർവൈവൽ ഇൻ്റർവെൻഷൻ ആൻഡ് സേഫ് മദർഹുഡ് ഇൻ്റർവെൻഷൻ. ആ സ്ട്രാറ്റജീസ് ഫോർ അച്ചീവിങ് എബോവ് ഒബ്ജക്റ്റീവ്സ് ആർ, അതായത് പിന്നെ ഈ സ്ട്രാറ്റജീസ് അച്ചീവ് ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു ചോദിച്ചാൽ അതിനകത്ത് ഫസ്റ്റ് വൺ ഈസ് ചൈൽഡ് സർവൈവൽ ഇൻ്റർവെൻഷൻ്റെ അകത്ത് പറഞ്ഞിരുന്നത് എസെൻഷ്യൽ ന്യൂബോൺ കെയർ. എസെൻഷ്യൽ ന്യൂബോൺ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഉണ്ടാകുന്ന കുട്ടികൾക്ക് നല്ലപോലെ ന്യൂ ബോൺസിന് കൂടുതൽ നല്ല കെയർ കൊടുക്കുക, അതായിരുന്നു ഒന്ന്. പിന്നെ വേറൊന്ന് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. പിന്നെ തേർഡ് വൺ മാനേജ്മെൻറ്റ് ഓഫ് ഡയറിയ. Then next is management of acute respiratory infection. Then giving vitamin A prophylaxis. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരുന്നത്. മനസ്സിലായോ? പിന്നെ സേഫ് മദർഹുഡിൻ്റെ ഇൻ്റർവെൻഷൻ പറഞ്ഞിരുന്നത് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഓഫ് വുമൺ, ദെൻ പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് അനീമിയ. ദെൻ കാരണം അനീമിയ പ്രഗ്നൻസിയിലൊക്കെ ഉണ്ടായാൽ അത് കുട്ടികളെയും ബാധിക്കും, അതുകൊണ്ടാണ് പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് അനീമിയ. ദെൻ ആൻറ്റിനേറ്റൽ കെയർ ആൻഡ് early detection of maternal complications, then delivery by trained personnel, then promotion of institutional delivery, then management of obstetrics emergencies and birth spacing. ഇത്രയും കാര്യങ്ങളാണ് ഈ സേഫ് മദർഹുഡ് ഇൻ്റർവെൻഷനിൽ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റജീസ് ഫോർ അറ്റൈൻമെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതായത് ദിസ് റിപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം എന്നുള്ള സ്ട്രാറ്റജീസ് ഫോർ അറ്റൈൻമെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് മെയിൻലി പറയുന്നത് ചൈൽഡ് സർവൈവൽ ഇൻ്റർവെൻഷൻ പ്രോഗ്രാം ആൻഡ് സേഫ് മദർഹുഡ് ഇൻ്റർവെൻഷൻ പ്രോഗ്രാം. അപ്പോൾ അതാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. ഇപ്പോൾ ചൈൽഡ് സർവൈവൽ ഇൻ്റർവെൻഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എസെൻഷ്യൽ ന്യൂബോൺ കെയർ, ഇമ്മ്യൂണൈസേഷൻ, മാനേജ്മെൻറ്റ് ഓഫ് ഡയറിയ ഇൻ ചിൽഡ്രൻ, മാനേജ്മെൻറ്റ് ഓഫ് അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് വൈറ്റമിൻ പ്രൊഫൈലാക്സിസ്. ഇത്രയാണ് അതിനകത്തുള്ളത്. പിന്നെ രണ്ടാമത്തുള്ളത് സേഫ് മദർഹുഡ് ഇൻ്റർവെൻഷൻ. അത് ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇമ്മ്യൂണൈസേഷൻ ഓഫ് പ്രഗ്നൻറ്റ് വുമൺ, പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് അനീമിയ ഇൻ പ്രഗ്നൻറ്റ് വുമൺ, ആൻറ്റിനേറ്റൽ കെയർ ആൻഡ് early detection of maternal complications, then delivery by trained personnel, then promotion of ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി, അതായത് വീട്ടിലൊന്നും ഡെലിവറി ആകാതെ കഴിയുന്നതും ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ള ഒരു മോട്ടിവേഷൻ. പിന്നെ മാനേജ്മെൻറ്റ് ഓഫ് ഒബ്സ്റ്ററ്റിക്കൽ എമർജൻസീസ്, കാരണം ഈ ഒബ്സ്റ്ററ്റിക്കൽ എമർജൻസീസ് എന്തെങ്കിലും വന്നാൽ അത് മാനേജ് ചെയ്യണമെങ്കിൽ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് വേണം. അപ്പോൾ അതിന് വേണ്ടി അവരെ മോട്ടിവേറ്റ് ചെയ്യുക. പിന്നെ ബർത്ത് സ്പേസിങ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞ് ഒരു നിശ്ചിത 2-3 വർഷം കഴിഞ്ഞ് അടുത്ത കുട്ടികൾ ഉണ്ടാവുള്ളൂ, അടുത്തടുത്ത പ്രഗ്നൻസീസും ഡെലിവറിയും പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സേഫ് മദർഹുഡ് ഇൻ്റർവെൻഷനിലുള്ളത്. പിന്നെ ഈ പറഞ്ഞ 2 അറ്റൈൻ ചെയ്യാൻ വേണ്ടി വേറെ ഒരുപാട് സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതെന്തൊക്കെയാണെന്ന് ചെയ്താൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റെഫറൽ യൂണിറ്റ് ടു പ്രൊവൈഡ് എമർജൻസി കെയർ. അതായത് എന്തെങ്കിലും ഒരു എമർജൻസി പ്രോബ്ലം കുട്ടിക്കോ അമ്മയ്ക്കോ ഉണ്ടായാൽ അവരെ റെഫർ ചെയ്യണം, ഒരു നല്ല കെയർ കിട്ടുന്ന ഒരു ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുക. അതാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റെഫറൽ യൂണിറ്റ് ടു പ്രൊവൈഡ് എമർജൻസി കെയർ. ഈ റെഫറൽ യൂണിറ്റൊക്കെ ഒരുപക്ഷെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലോ അല്ലെങ്കിൽ ആശുപത്രികളിലോ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ ഒക്കെ ആകാം. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലം വന്നപ്പോൾ തീർച്ചയായിട്ടും ആൾക്കാരെ റെഫർ ചെയ്യണം. റെഫർ ചെയ്താൽ അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കിട്ടാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടാവണം. അതാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റെഫറൽ യൂണിറ്റ് ടു പ്രൊവൈഡ് എമർജൻസി കെയർ എന്ന് പറഞ്ഞാൽ. പിന്നെ ട്രെയിനിങ് ഓഫ് ട്രഡീഷണൽ ബർത്ത് അറ്റൻഡൻസ്, അതായത് പഴയ കാലത്തൊക്കെ എപ്പോഴും എല്ലാ ആൾക്കാരും ആശുപത്രിയിൽ ഡെലിവറിക്ക് പോകത്തില്ലായിരുന്നു. ഇപ്പം നാട്ടിലൊക്കെ ഈ ഇതിനു വേണ്ടിയ എക്സ്പീരിയൻസ് ഉള്ള ആയമാരൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഗർഭം എടുക്കാൻ അല്ലെങ്കിൽ ഡെലിവറി എടുക്കാൻ വേണ്ടി ഉള്ള ഒരുമാതിരി എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാർ അന്നത്തെ കാലത്ത് റൂറൽ ഏരിയാസിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഒരു എക്സ്റ്റെൻറ്റ് വരെ നന്നായി അതൊക്കെ കണ്ടക്ട് ചെയ്തിരുന്നു. പക്ഷേ അവർക്ക് ബേസിക് നോളജ് ഇൻ മെഡിസിനൊക്കെ അല്ലേ, പല കാര്യങ്ങളും അത്യാവശ്യമുള്ള പല കാര്യങ്ങളും അവർക്ക് നോളജ് കുറവായിരുന്നു. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവരെ ട്രെയിനിങ് കൊടുത്ത് അവരെ കുറേ കൂടെ എഫിഷ്യൻ്റ് ആകാനുള്ള ഒരു നടപടികൾ സ്വീകരിക്കണമെന്ന് ഇതിനകത്ത് പറഞ്ഞു.
മനസ്സിലായി. പിന്നെ എക്യുപ്പിംഗ് സബ് സെൻറ്റേഴ്സ് വിത്ത് ഡ്രഗ്സ് ആൻഡ് മാനേജിങ് ചിൽഡ്രൻ ആൻഡ് മദേഴ്സ്. അതായത് ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിലും അതുപോലെ അതിൻ്റെ സബ് സെൻറ്ററിലും ആവശ്യത്തിന് കുട്ടികൾക്കും അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ലേഡീസിനും അല്ലെങ്കിൽ മദേഴ്സിനും വേണ്ട ആവശ്യത്തിനുള്ള എക്യുപ്മെൻറ്റ്സും ഡ്രഗ്സും ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ട് കുട്ടികളോ അമ്മമാരോ അവിടെ ചെന്നാൽ അവരെ മാനേജ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഡ്രഗ്സും എക്യുപ്മെൻറ്റ്സും ഒക്കെ അവിടെ ഉണ്ടാകണം. അപ്പം ആ പറയുന്ന പ്രൈമറി ഹെൽത്ത് സെൻ്ററും സബ് സെൻ്ററും ഒക്കെ അതിനനുസരിച്ച് മോഡിഫൈ ചെയ്യുകയും റെക്ടിഫൈ ചെയ്യുകയും ഒക്കെ ചെയ്യണം. പിന്നെ ട്രെയിനിങ് ഹെൽത്ത് പേഴ്സണൽ ഇൻ എസെൻഷ്യൽ ഒബ്സ്റ്ററ്റിക് ആൻഡ് ന്യൂ ബോൺ കെയർ. അതായത് അവിടെയുള്ള ഹെൽത്ത് പേഴ്സണൽ, ഇപ്പോൾ ANMs കാണും, അല്ലെങ്കിൽ അതുപോലെയുള്ള പാരാമെഡിക്കൽ സ്റ്റാഫ് ഒത്തിരി പേര് കാണും. മനസ്സിലായോ? അപ്പോൾ അവരെ കൂടുതൽ ട്രെയിൻ ചെയ്ത് അവരെ കുറേ കൂടി എഫിഷ്യൻ്റ് ആക്കുക. എന്തെങ്കിലും ഒബ്സ്റ്ററ്റിക്കൽ എമർജൻസിയോ അല്ലെങ്കിൽ ന്യൂ ബോൺ കെയറോ ഒക്കെ ഇഫക്റ്റീവായിട്ട് കൊടുക്കാനും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എമർജൻസി കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അവരെ റെഫർ ചെയ്യാൻ അവർക്ക് കഴിവുണ്ടാകണം. അപ്പോൾ അതിനു വേണ്ടി അവരെ കുറേ കൂടെ ട്രെയിൻ ചെയ്യുക. അതായിരുന്നു വേറെ ഒരു ലക്ഷ്യം, സ്ട്രാറ്റജി. പിന്നെ എംഫസിസ് ഓൺ അവയർനെസ് ഓഫ് പീപ്പിൾ റിഗാർഡിംഗ് ദ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്. അതായത് പബ്ലിക്കിൻ്റെ അമ്മമാരുടെയും കുട്ടികളുടെയും ആരോഗ്യം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഒരു ധാരണ പബ്ലിക്കിന് കൊടുക്കാൻ വേണ്ടി അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള എംഫസിസ് കൊടുക്കണം. ദാറ്റ് ഈസ് എംഫസിസ് ഓൺ അവയർനെസ് ഓഫ് പീപ്പിൾ റിഗാർഡിംഗ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സ്ട്രാറ്റജീസിലുള്ള. അപ്പോൾ ഈ സ്ട്രാറ്റജീസ് എല്ലാം നേരത്തെ പറഞ്ഞ ചൈൽഡ് സർവൈവൽ ഇൻ്റർവെൻഷനും സേഫ് മദർഹുഡ് ഇൻ്റർവെൻഷനും വേണ്ടിയുള്ള സ്ട്രാറ്റജീസ് ആയിരുന്നു. മനസ്സിലായോ? അപ്പം ഇപ്പോൾ നമ്മൾ എത്ര എണ്ണം പഠിച്ചു, എത്ര നാഷണൽ പ്രോഗ്രാം പഠിച്ചു? അതായത് ചൈൽഡ് സർവൈവൽ ആൻഡ് സേഫ് മദർഹുഡ് പ്രോഗ്രാം വരെ പഠിച്ചു. ഇനി അടുത്തത് റിപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാമാണ്. ഓക്കെ, റിപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ 1997-98 പീരീഡ് ടു ഫുൾഫിൽ അൺമെറ്റ് നീഡ്സ് ഓഫ് ഫാമിലി വെൽഫെയർ സർവീസസ്. അതായത് അന്നേരവും വീണ്ടും പല പല ഉദ്ദേശങ്ങളും നേടിയെടുക്കാൻ അവർക്ക് പറ്റില്ല. വളരെ സ്ലോ പ്രോസസ്സല്ല ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നത്. അപ്പം വീണ്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1997-98 പീരീഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു ന്യൂ പ്രോഗ്രാമാണ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അവരുടെ നേരത്തെയുള്ള കുട്ടികളുടെ അമ്മമാരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പല പല കാര്യങ്ങളും അവർ വിചാരിച്ച പോലെ എല്ലാം 100% ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയാതെ പോയി. അപ്പോൾ അത് കൂടുതലും റെക്ടിഫൈ ചെയ്യാനും കൂടുതൽ ഇൻറ്റൻസിറ്റിയോടെ കൂടി അതെല്ലാം നേടിയെടുക്കാനും വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്ത പ്രോഗ്രാമിൻ്റെ കൂട്ടത്തിലൊന്നാണ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം. മനസ്സിലായല്ലോ? അത് തുടങ്ങിയത് 1997-98 പീരീഡിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടർടേക്കിംഗ് ആണ്. അത് ടു ഫുൾഫിൽ അൺമെറ്റ് നീഡ് ഓഫ് ഫാമിലി വെൽഫെയർ ആൻഡ് ചൈൽഡ് വെൽഫെയർ സർവീസസ്. പിന്നെ ഇതിന് കുറേ കമ്പോണൻസ് ഉണ്ടായിരുന്നു. ആ അതായത് ഈ പുതിയതായിട്ട് ഈ റിപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ അതിന് മെയിൻലി ഉണ്ടായിരുന്ന കമ്പോണൻസ് 4 എണ്ണമായിരുന്നു. അതേതൊക്കെയാണെന്ന് വെച്ചാൽ ഫാമിലി പ്ലാനിങ്, ചൈൽഡ് സർവൈവൽ ആൻഡ് സേഫ് മദർഹുഡ് അഗെയിൻ, അതായത് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളൊരു ധാരണ കൊണ്ടാണ് അതിനെ ഇതിലേയും കമ്പോണൻ്റ് ആക്കി. അപ്പോൾ ഫാമിലി പ്ലാനിങ് ഫസ്റ്റ് കമ്പോണൻറ്റ്, സെക്കൻഡ് കമ്പോണൻറ്റ് ചൈൽഡ് വെൽഫെയർ ആൻഡ് സേഫ് മദർഹുഡ്, തേർഡ് വൺ ഈസ് ക്ലയൻറ്റ് അപ്രോച്ച് ടു ഹെൽത്ത് കെയർ. അതായത് ക്ലയൻറ്റ് അപ്രോച്ച് ടു ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ ആൾക്കാർ കുറേ കൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് ആരോഗ്യം നിലനിർത്താൻ അല്ലെങ്കിൽ രോഗം വന്നാൽ അതിന് ചികിത്സ കിട്ടാൻ വേണ്ടി അവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ളൊരു അവയർനെസ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തു. അതാണ് ക്ലയൻറ്റ് അപ്രോച്ച് ടു ഹെൽത്ത് കെയർ. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ കമ്മ്യൂണിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ PSC അല്ലെങ്കിൽ സബ് സെൻറ്റർ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ അങ്ങോട്ട് പോയി അവരെ കൂടുതൽ ബോധവൽക്കരിക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും അവർ കൂടുതൽ ഹെൽത്ത് കെയർ അവയർനെസ് അവർക്ക് വന്നപ്പോൾ ദ ക്ലയൻറ്റ്സ് ക്യാൻ ഗോ ടു ദ ഹോസ്പിറ്റൽ ഓർ അപ്രോച്ച് ദ ഹെൽത്ത് കെയർ സിസ്റ്റം. അങ്ങനെ ഒരു കാര്യം കൂടെ ഈ പറയുന്ന റിപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാമിൽ കൊണ്ടുവന്നു. പിന്നെ ലാസ്റ്റ് കമ്പോണൻ്റാണ് പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആൻഡ് എയ്ഡ്സ്. അപ്പോൾ ഈ 3 രോഗങ്ങൾക്കും കൂടെ, കാരണം ഈ കുട്ടികൾക്കൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഈ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ. അപ്പോൾ അത് കഴിഞ്ഞ് അത് പ്രോപ്പർലി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ന്യൂമോണിയ ആകും. ന്യൂമോണിയ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് കുട്ടിയുടെ കുറേ കോംപ്ലിക്കേറ്റഡ് കണ്ടീഷനാണ്. അങ്ങനെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ കുട്ടികളുടെ ഇൻഫൻസിൻ്റെ ഡെത്തിലേക്ക് അത് കലാശിക്കുമായിരുന്നു. അപ്പോൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് വീണ്ടും കൂടും. മനസ്സിലായോ? അപ്പം പിന്നെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി, എയ്ഡ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ആ സമയത്താണ് കൂടുതൽ ഹെൽത്ത് പ്രോബ്ലമായിട്ട് വന്നത്. അപ്പോൾ അതിന് വേണ്ടിയും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ പറയുന്ന റിപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ കമ്പോണൻസിൽ ഉൾപ്പെടുത്തി. മനസ്സിലായല്ലോ?
അപ്പം റിപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് 1997-98 പീരീഡിലാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നേരത്തെ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഒരുപാട് ലക്ഷ്യങ്ങൾ പെൻഡിങ്ങിൽ കിടപ്പുണ്ട്, അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി അവർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അതിന് 4 കമ്പോണൻസ് ഉണ്ടായിരുന്നു. ആ കമ്പോണൻസ് ഫാമിലി പ്ലാനിങ്, ചൈൽഡ് ഹെൽത്ത് ആൻഡ് സേഫ് മദർഹുഡ്, then client approach to health care and prevention or management of respiratory tract infection, sexually transmitted disease and AIDS. ഓക്കെ, പിന്നെ അടുത്തത് പിന്നെ ഈ പറയുന്ന റിപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാമിന് രണ്ട് തരം ഉണ്ടായിരുന്നു. അതിനെ 2 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരുന്നത്. ഒന്ന് മെറ്റേണൽ ഹെൽത്ത് ഇൻ്റർവെൻഷൻസും രണ്ടാമത്തെ ചൈൽഡ് ഹെൽത്ത് ഇൻ്റർവെൻഷനും. മനസ്സിലായോ? മെറ്റേണൽ ഹെൽത്ത് ഇൻ്റർവെൻഷൻസും ആൻഡ് ചൈൽഡ് ഹെൽത്ത് ഇൻ്റർവെൻഷൻസ് 2 തരത്തിലാണ് അതിനെ ഡിവൈഡ് ചെയ്തതും ഇംപ്ലിമെൻറ്റ് ചെയ്തതും. ഈ മെറ്റേണൽ ഹെൽത്ത് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ അത് സ്ലൈഡെല്ലാം ഞാൻ പറഞ്ഞേക്കാം. ഉണ്ട്. മെറ്റേണൽ ഹെൽത്ത് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എസെൻഷ്യൽ ഒബ്സ്റ്റട്രിക്കൽ കെയർ, അതായത് അവർക്ക് ഡെലിവറി സംബന്ധിച്ചായിട്ടുള്ള അത്യാവശ്യമായിട്ട് കെയർ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. പിന്നെ എമർജൻസി ഒബ്സ്റ്റട്രിക്കൽ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യൽ ഒബ്സ്റ്റട്രിക്കൽ കെയർ എന്ന് പറഞ്ഞാൽ അവരെ എല്ലാം മിക്ക മാസങ്ങളിൽ അവർ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകണം, അല്ലെങ്കിൽ ഒബ്സ്റ്റട്രീഷ്യനെ കാണാൻ പോകണം. ഏതൊക്കെ സമയത്താണ് അവർക്ക് വാക്സിനേഷൻ എടുക്കേണ്ടത് ആ സമയത്ത് അവർ വാക്സിനേഷൻ എടുക്കണം. പിന്നെ അവരുടെ ഗർഭാവസ്ഥയിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അകത്ത് കിടക്കുന്ന വളരുന്ന കുട്ടിയുടെ വളർച്ചയൊക്കെ ഓക്കെ ആണോ എന്ന് അവരെ ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ വേണ്ടി അവർ ഇടയ്ക്കിടയ്ക്ക് ഒബ്സ്റ്റട്രിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്തണമായിരുന്നു. അതൊക്കെയാണ് എസെൻഷ്യൽ ഒബ്സ്റ്റട്രിക്കൽ കെയർ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? അല്ലാതെ ഒരിക്കൽ ഗർഭം ധരിച്ചാൽ അവസാനം പ്രസവം വരെ ഡോക്ടറെ കാണാതിരിക്കുന്ന ഒരു സംവിധാനം അല്ലായിരുന്നു. അവരിടയ്ക്കിടയ്ക്ക് ഡോക്ടേഴ്സ് പറയും ഇത്ര ഗർഭത്തിൽ ഇത്രാമത്തെ വീക്ക് ആകുമ്പോൾ അല്ലെങ്കിൽ ഇത്ര മാസം ആകുമ്പോൾ ഡോക്ടറെ വന്ന് കാണണം, ഇന്ന മാസം ആകുന്നുണ്ടെങ്കിൽ അവർ TT എടുക്കണം, അല്ലെങ്കിൽ കുട്ടിയുടെ ഗ്രോത്ത് ഓക്കെ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് ഡോക്ടറെ കാണണമെങ്കിൽ അവർ ഓരോ ഗർഭാവസ്ഥയിലും ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കണം. പിന്നെ ഡെലിവറിക്ക് 2 ആഴ്ചയ്ക്ക് മുമ്പ് വീണ്ടും ചെല്ലണം, TT എടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് എസെൻഷ്യൽ ഒബ്സ്റ്റട്രിക്കൽ കെയർ. അപ്പോൾ ഈ കെയർ കിട്ടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. അതാണ് ഒരു മെറ്റേണൽ ഹെൽത്ത് ഇൻ്റർവെൻഷൻ. പിന്നൊന്ന് എമർജൻസി എന്തെങ്കിലും ഒബ്സ്റ്റട്രിക്കൽ കെയർ, എന്തെങ്കിലും ഗർഭാവസ്ഥയുമായിട്ട് എന്തെങ്കിലും എമർജൻസി കണ്ടീഷൻ, ഇപ്പോൾ അവർക്ക് ബ്ലീഡിങ് ഉണ്ടാകുക, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഡെലിവറി ആകത്തൊക്കെ അവർക്ക് പെയിൻ ഉണ്ടാകുക, അങ്ങനെയുള്ള ചില എമർജൻസി കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ തന്നെയും അവർക്ക് വേണ്ട കെയർ കിട്ടത്തൊക്കെ ഉള്ള മാനേജ്മെൻറ്റിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നൊന്ന് റെഫറൽ ട്രാൻസ്പോർട്ട്, അതായത് അവരെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ PHC മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, അവർക്കൊരു മെറ്റേണൽ ഹോസ്പിറ്റലിലേക്ക് വിടണം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് റെഫർ ചെയ്യാനും അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കാനുമുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നൊന്ന് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അതായത് ചിലപ്പം പ്രഗ്നൻസി ഉള്ള അമ്മയ്ക്ക് ചില കാരണവശാൽ ഈ പ്രഗ്നൻസി മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പാടില്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാകാറുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ തന്നെ ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടർ പ്രഗ്നൻ്റ് ലേഡിയെ എക്സാമിൻ ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് ആ കുട്ടിക്ക് എന്തെങ്കിലും കൺജനിറ്റൽ അനോമലീസ് ഉള്ള ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ആ ഗർഭാവസ്ഥ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടി ഒരുപക്ഷെ വികലാംഗനായിട്ട് ജനിക്കാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? അങ്ങനെയുള്ളപ്പോൾ അതിന് അബോർട്ട് ചെയ്ത് കളയാൻ ഡോക്ടർ അഡ്വൈസ് കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പ്രയോജനമില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇൻട്രായൂട്രൈൻ ഡെത്ത് ഉണ്ടാകാവുന്ന ഒരു കണ്ടീഷനാണെന്നിരിക്കട്ടെ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ കുട്ടി മരിച്ചു പോകാം, അല്ലെങ്കിൽ കുട്ടിയുടെ വളർച്ച നിലനിന്നിരിക്കുകയാണ്, അത് മുന്നോട്ട് വളരത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യതയുണ്ടെങ്കിൽ ഡോക്ടർ ഒരുപക്ഷെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ MTP എന്ന് പറയുന്ന കാര്യം അഡ്വൈസ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പേഷ്യൻ്റ് ഒബേ ചെയ്യേണ്ടി വരും. ഡോക്ടറിൻ്റെ മെഡിക്കൽ അഡ്വൈസോടെയാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളും മെറ്റേണൽ ഹെൽത്ത് ഇൻ്റർവെൻഷൻ്റെ ഒരു ഭാഗമായിരുന്നു. പിന്നൊന്ന് 24 hour ഡെലിവറി സർവീസസ് അറ്റ് PHC, അതായത് പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെ 24 മണിക്കൂറും ഈ പറയുന്ന കുട്ടികൾക്കും പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ലേഡീസിന് കെയർ കിട്ടത്തക്കുള്ള സംവിധാനങ്ങൾ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ 4 മണി കഴിഞ്ഞ് അവിടുത്തെ ആൾക്കാരെല്ലാം വിട്ടു പോവുകയാണ്, പിന്നെ ഒരു 4 മണി കഴിഞ്ഞോ അല്ലെങ്കിൽ നേരം വെളുക്കുന്നിടം വരെയുള്ള സമയത്ത് മെറ്റേണൽ എമർജൻസി ആയിട്ടൊരു ക്ലയൻ്റ് അവിടെ ചെന്നാൽ അവരെ നോക്കാൻ ആരും ഇല്ല എന്നുള്ള ഒരു സംവിധാനം ഉണ്ടാകാൻ പാടില്ല. അതായത് 24 hours അവർക്ക് ഈ മെറ്റേണൽ കെയർ കിട്ടത്തക്ക, അല്ലെങ്കിൽ പ്രഗ്നൻസിയോ അല്ലെങ്കിൽ ഒരു പ്രഗ്നൻ്റ് ലേഡീസിന് അതിനുള്ള കെയർ കിട്ടത്തക്കുള്ള സംവിധാനങ്ങൾ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഉണ്ടാകണം എന്നുള്ളതും മെറ്റേണൽ ഹെൽത്ത് ഇൻ്റർവെൻഷൻ്റെ ഒരു ഭാഗമാക്കി.
മനസ്സിലായോ? പിന്നെ പ്രിവെൻഷൻ, മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ ഓഫ് റിപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ. അതായത് റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഒരു ലേഡിക്ക് ഉണ്ടായാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുക, ന്യായമായും മസ്റ്റായിട്ടും കിട്ടുക എന്നുള്ളത് മെറ്റേണൽ ഹെൽത്ത് ഇൻ്റർവെൻഷൻ്റെ ഒരു ഭാഗമാക്കി. പിന്നൊന്ന് ട്രെയിനിങ് ഓഫ് ട്രഡീഷണൽ ബർത്ത് അറ്റൻഡൻസ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നാട്ടിലൊക്കെ പഴയ കാലത്ത് ഡെലിവറിയൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് എപ്പോഴും ആശുപത്രി വെച്ചായിരുന്നില്ല, വീട്ടിൽ വെച്ച് കണ്ടക്ട് ചെയ്തിരുന്നു. അതിന് അങ്ങനെ കണ്ടക്ട് ചെയ്യാൻ എക്സ്പീരിയൻസ് ഉള്ള ചില ബർത്ത് അറ്റൻഡൻസ് എന്ന് പറയും, അവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ കണ്ടക്ട് ചെയ്യാൻ, പക്ഷേ അവർക്ക് കുറേ ട്രെയിനിങ്ങും കൂടെ കൊടുക്കണം, എന്നിട്ട് അവരെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കണം എന്നുള്ളതും മെറ്റേണൽ ഹെൽത്ത് ഇൻ്റർവെൻഷൻ്റെ ഒരു ഭാഗമാക്കി. പിന്നെ MCH ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, RCH ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റിപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള ചില ക്യാമ്പൊക്കെ ഇപ്പം തന്നെ നമുക്ക്, അതായത് പ്രൈമറി ഹെൽത്ത് സെൻ്ററിലോ അതുപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൂറൽ ഏരിയയിൽ ഒക്കെ വെച്ച് ഇങ്ങനെയുള്ള ഗർഭാവസ്ഥയിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ മെറ്റേണൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവരോട് കൺസൾട്ടേഷന് വേണ്ടി ഗൈനക്കോളജിസ്റ്റോ ഒബ്സ്റ്റട്രീഷ്യൻസിനോ ഒക്കെ മേൽനോട്ടത്തിൽ ക്യാമ്പ് നടത്തുക. മനസ്സിലായോ? അപ്പോൾ അതും ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെയോ അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ ഒക്കെ ഭാഗമായിട്ട് അങ്ങനെ ക്യാമ്പ് നടത്തണം. എന്തിനാണെന്ന് വെച്ചാൽ മെറ്റേണൽ ആൻഡ് ഹെൽത്ത് ഇൻ്റർവെൻഷനാണ്. അത് മെറ്റേണൽ ഹെൽത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു റിപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് ക്യാമ്പ്. മനസ്സിലായോ? അത് ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ആൾക്കാരെ, അസുഖമുള്ളവരെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ചിലപ്പം പല വേറെ എന്തെങ്കിലും പ്രോബ്ലമാറ്റിക് ഗൈനക്കോളജിക്കൽ പ്രോബ്ലം ഉള്ളവരുണ്ടാകാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടാകാം. മനസ്സിലായോ? അപ്പോൾ അല്ലെങ്കിൽ ഹെൽത്ത് അവയർനെസ് ഇല്ലാത്ത ആൾക്കാരും ഒക്കെ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇനി ആശുപത്രിയിൽ പോകണം, ഡോക്ടറിൻ്റെ അടുത്ത് പോകണം, അത് ഇവിടുന്ന് ദൂരെയാണ്, അതെങ്ങനെ പോകും, അതൊക്കെ വെച്ചാൽ അവർ മടിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു മെൻറ്റാലിറ്റി ഉള്ളവരെ കുറേ കൂടെ മോട്ടിവേറ്റ് ചെയ്യാൻ ഈ RCH ക്യാമ്പൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. മനസ്സിലായോ? അപ്പോൾ അതാണ് RCH ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത് മെറ്റേണൽ ഹെൽത്ത് ഇൻ്റർവെൻഷൻ്റെ ഒരു ഭാഗമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ വേറെ ഒരു പ്രോഗ്രാം, അതായത് RCH എന്നുള്ള റിപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാമും കൂടെ നമ്മളിപ്പോൾ തീർത്തു. ഓക്കെ, ഇനി അടുത്തത് നാഷണൽ ഡയറിയൽ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം. അതിനകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് ഏതെങ്കിലും കാരണവശാൽ മിക്ക റൂറൽ ഏരിയാസിലും ഒക്കെ ഡയറിയ എപ്പോഴും ഉണ്ടാകുക എന്നുള്ള ഒരു പ്രോബ്ലമായിട്ട് വരുമായിരുന്നു. ഒരുപക്ഷെ അത് കുട്ടികൾക്ക് നല്ല ശുദ്ധമായ അല്ലെങ്കിൽ നല്ല കൈയൊക്കെ വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഹൈജീനിക്കായിട്ട് ഭക്ഷണങ്ങൾ കൊടുക്കുന്നില്ലായിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് ഒരുപക്ഷെ റൂറൽ ഏരിയയിലൊക്കെ താഴെ കിടന്ന് കിട്ടുന്ന പച്ചക്കറികളോ അല്ലെങ്കിൽ താഴെ ഉണ്ടാകുന്ന പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നല്ലപോലെ കഴുകിയൊന്നും ഉപയോഗിക്കുന്നില്ലായിരിക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ്റെ ഭാഗമായിട്ടും ഡയറിയ വരാം. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ഡയറിയ കുട്ടികൾക്കുണ്ടാകുന്ന അതൊരു വളരെ റിസ്ക്കി ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. കാരണം കുട്ടികളിൽ നിന്ന് ഒത്തിരി ജലാംശം നഷ്ടപ്പെട്ടു പോകും ഡയറിയ വരുമ്പോൾ. എന്നിട്ട് അത് റീപ്ലേസ് ചെയ്യണം എന്നുള്ള ചിന്തയൊന്നും അമ്മമാർക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കുട്ടികൾ വളരെ ഡീഹൈഡ്രേറ്റഡ് ആകും പെട്ടെന്ന്. മനസ്സിലായി? അങ്ങനെ ഡീഹൈഡ്രേറ്റഡ് ആകുമ്പം പെട്ടെന്ന് കുട്ടികൾ ഡീഹൈഡ്രേറ്റഡ് ആകുകയും മരിച്ചു പോവുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു രോഗമാണ് ഈ പറയുന്ന ഡയറിയ. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതായിരുന്നു നാഷണൽ ഡയറിയൽ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം. ആൻഡ് ഇത് ശരിക്കും പറഞ്ഞാൽ WHO മേൽനോട്ടത്തിലാണ് ഈ ഒരു പ്രോഗ്രാം മെയിൻലി ലോഞ്ച് ചെയ്തത് 1978. ആൻഡ് ദ ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രിവെൻറ്റ് child health due to dehydration from diarrhea. That is, the objective is to prevent child health due to dehydration from diarrhea, and the goals are to reduce diarrheal mortality in children due to diarrhea and to improve water and sanitation facilities. ഞാൻ പറഞ്ഞല്ലോ, ഒരു പക്ഷേ അവർ ശുദ്ധജലം കുടിക്കാത്തത് കൊണ്ടായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ അവർക്ക് അതായത് ശുദ്ധജലം കുടിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി അവർക്ക് അവയർനെസ് ഇല്ലായിരിക്കും. അപ്പം കിണറ്റിലെ വെള്ളത്തിനെ ക്ലോറിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് നമുക്ക് കിട്ടുന്ന, അതായത് എല്ലാ വീട്ടിലും കിണറുകളുണ്ടെങ്കിൽ അത് ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധജലമാക്കാം. അതല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പൈപ്പ് വാട്ടർ ആയിരിക്കാം കിട്ടുന്നത്. ആ വാട്ടർ ആണെങ്കിൽ പോലും അത് ബോയിൽ ചെയ്ത് തണുപ്പിച്ച് ഉപയോഗിക്കാമല്ലോ. അങ്ങനെയുള്ള അവയർനെസ് അവർക്ക് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പം വാട്ടറിൻ്റെ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ പ്യൂരിറ്റിയും പിന്നെ സാനിറ്റേഷൻ ഫെസിലിറ്റീസ് എന്താ നമ്മൾ പറയുന്നത്, അതായത് ടോയ്ലറ്റിൽ പോയിട്ട് വന്ന് നന്നായിട്ട് കൈ വാഷ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവയർനെസ് അബൌട്ട് പേഴ്സണൽ ഹൈജീൻ, ഇതൊക്കെ അവർക്ക് കൊടുക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഗോളായിരുന്നു.
മനസ്സിലായോ? അപ്പം ഡയറിയ വരാനുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ച് അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഹെൽത്ത് അവെയർനെസ് കൊടുക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ വെൽ വാട്ടർ ആണെങ്കിൽ അത് ക്ലോറിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ സോഴ്സിൽ നിന്ന് ആ വെള്ളം എടുക്കുന്നെങ്കിൽ അത് ബോയിൽ ചെയ്ത് ഉപയോഗിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് ഡയറിയയ്ക്കുള്ള ചാൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുക. അതാണ് നാഷണൽ ഡയറിയ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുള്ള സ്ട്രാറ്റജീസിൽ മെയിൻലി പറഞ്ഞിരുന്നത് എയർലി യൂസ് ഓഫ് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി ഇൻ അക്യൂട്ട് ഡയറിയ. അതായത് നമുക്കറിയാമല്ലോ, ഡയറിയ വരുമ്പോൾ നമ്മളെപ്പോഴും PSCയിലോ ആശുപത്രിയിലോ ചെന്നാൽ കുട്ടികൾക്ക് കലക്കി കൊടുക്കാനുള്ള ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നും പറഞ്ഞ് ഒരെണ്ണം ഒക്കെ തരാറുണ്ട്. അതായത് കുട്ടികളിൽ നിന്ന് ഒത്തിരി സോഡിയം ഒക്കെ ഡിപ്ലീറ്റഡ് ആയി പോകുന്നു. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ORS എന്ന് പറയുന്ന ചെറിയ പാക്കറ്റ്. ആ പാക്കറ്റ് ഓരോ പാക്കറ്റും 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇത്ര ഓരോ പ്രാവശ്യം കുട്ടികൾക്ക് ഡയറിയ ഉണ്ടാകുമ്പോഴും അതിൽ കൂടെ ഉണ്ടാകുന്ന വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഓറലി ഈ റീഹൈഡ്രേഷൻ സോൾട്ട് ഇട്ട വെള്ളം കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുക്കുന്ന ഒരു തെറാപ്പിയാണ് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. അത് അക്യൂട്ട് ഡയറിയ ഉള്ളവരിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഡയറിയയുടെ കംപ്ലൈൻറ്റുമായിട്ട് നമ്മൾ ആശുപത്രിയിൽ ചെന്നാൽ പോലും ഡോക്ടർമാർ ചികിത്സയുടെ ഭാഗമായിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാര്യമാണ് ദാറ്റ് ഈസ് യൂസ് ഓഫ് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി. മനസ്സിലായല്ലോ? അപ്പോൾ അത് പിന്നെ ഇംപ്രൂവ്ഡ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ. അത് ഡയറിയ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി മദറിൻ്റെയും കുട്ടികളുടെയും ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള അവെയർനെസ്. പിന്നെ ഇംപ്രൂവ്ഡ് യൂസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. അത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇംപ്രൂവ്ഡ് യൂസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. മനസ്സിലായോ? പിന്നെ ഡിറ്റക്ഷൻ ആൻഡ് ഇംപ്രൂവ്ഡ് യൂസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അതായത് ഡയറിയ വരുമ്പോൾ തീർച്ചയായിട്ടും ശരീരത്തിൽ നിന്ന് പോകുന്ന ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരിൽ നിന്ന് പോകുന്ന ജലാംശം റീപ്ലേസ് ചെയ്യാൻ വേണ്ടി അവർക്ക് കൂടുതൽ വെള്ളം കൊടുക്കണം. അതാണ് ഇംപ്രൂവ്ഡ് യൂസ് എന്ന് പറഞ്ഞാൽ. പിന്നെ മെയിൻ്റനൻസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ അതെന്ന് പറഞ്ഞാൽ ശുദ്ധജലം കുടിക്കണം. മനസ്സിലായോ എന്നുള്ളത്. പിന്നെ ഡിറ്റക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഡയറിയൽ എപ്പിഡമിക്സ്. അതായത് ഒരു സ്ഥലത്ത്, അതായത് റൂറൽ ഏരിയയിലും ഒക്കെ ഒരേ സമയത്ത് ഒന്നിലധികം ആൾക്കാർക്ക് ഡയറിയ വരുന്ന ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകാം. അതെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ അവരുടെ സോഴ്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ എവിടെയെങ്കിലും കണ്ടാമിനേറ്റഡ് ഏരിയ ആയിരിക്കും. അതായത് അവർ നല്ല ശുദ്ധജലം കിട്ടുന്ന സ്ഥലത്തുനിന്ന് ആയിരിക്കത്തില്ല അവരെല്ലാം ആ ഏരിയയിലുള്ളവർ വെള്ളം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ വെള്ളത്തിൽ ഏതെങ്കിലും സോഴ്സിൽ ഡയറിയയ്ക്ക് കാരണമായ ഏതെങ്കിലും ഓർഗാനിസം അന്ന് പൂൾഡ് ആകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നവർക്കെല്ലാം ഡയറിയ വരും. മനസ്സിലായി? അപ്പോൾ അങ്ങനെ വരുന്നുള്ള ആ എപ്പിഡമിക്സ്, അതായത് ഒരു ഏരിയയിൽ ഒരേ സമയത്ത് ഒരു രോഗം കൂടുതലായി ബാധിക്കുമ്പോഴാണ് നമ്മൾ അതിനെ എപ്പിഡമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എപ്പിഡമിക്സിൻ്റെ കാരണം കണ്ടെത്താനും അത് കൺട്രോൾ ചെയ്യാനുമുള്ള മെഷേഴ്സ്, അതിനുള്ള അവയർനെസ് പബ്ലിക്കിന് കൊടുക്കുക. അപ്പോൾ ഇത്രയായിരുന്നു സ്ട്രാറ്റജീസ് ഓഫ് ഡയറിയൽ കൺട്രോൾ. ഓക്കെ, അതായത് ഡയറിയ ഉണ്ടായാൽ അവിടെ ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി പ്രൊവൈഡ് ചെയ്യുക ടു പ്രിവെൻറ്റ് അക്യൂട്ട് ഡയറിയ. പിന്നെ ഇംപ്രൂവ്ഡ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ, അതായത് അതിനകത്ത് നമ്മൾ പേഴ്സണൽ ഹൈജീനും ഒക്കെ അതിനകത്ത് വരുന്നത്. കുട്ടികളോട് കൈ കഴുകിയിട്ട് ആഹാരം കഴിക്കാമെന്ന് പറയുക. അമ്മമാരാണേലും നന്നായിട്ട് ഹാൻഡ് ഹൈജീന്, അതുപോലെയുള്ള എവിടെ നിന്നൊക്കെയാണ് റോ മെറ്റീരിയൽസൊക്കെ, അല്ലെങ്കിൽ ഫുഡിൻ്റെ റോ മെറ്റീരിയൽസൊക്കെ കിട്ടുന്ന അതൊക്കെ നന്നായിട്ട് കഴുകി ഉപയോഗിക്കുക. അങ്ങനെയുള്ള, അതായത് അണുവിമുക്തമായിട്ട് ആക്കുക, അതൊക്കെയാണ് അതിൽ വരുന്നത്. ഇംപ്രൂവ്ഡ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയറിൽ അവിടെ വരുന്നത്. പിന്നെ അടുത്തത് ഇംപ്രൂവ്ഡ് യൂസ് ഓഫ് മെയിൻ്റനൻസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, ദെൻ ഡിറ്റക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഡയറിയൽ എപ്പിഡമിക്സ്. ഇത്രയാണ് സ്ട്രാറ്റജീസ് ഫോർ ഡയറിയൽ കൺട്രോളിൽ വരുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. അത് മെയിൻലി ഒരുപാട് ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് ഉണ്ട്. ഇത് ലാസ്റ്റ് വണ്ണാണ്. അതിനകത്ത് വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം, പിന്നെ പ്രൊഫൈലാക്സിസ് എഗൻസ്റ്റ് അനീമിയ, then iodine deficiency disorder control program, then special nutrition program, then Balawadi nutrition program, ICDS program, integrated child development scheme എന്നതിൻ്റെ ഫുൾ ഫോം ICDS program, മിഡ് ഡേ മീൽ പ്രോഗ്രാം. ഇത്രയാണ് ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. അപ്പോൾ നാഷണൽ ന്യൂട്രീഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ വരുന്നത്. അതിനകത്ത് നമ്മൾ മെയിൻലി എംഫസിസ് വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് എന്ന് വെച്ചാൽ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഉള്ളവർക്ക്, അതുകൊണ്ട് എൻ്റെ കണ്ണിനൊക്കെയാണല്ലോ പ്രശ്നം വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളപ്പം അത് വരാതിരിക്കാൻ വേണ്ടി വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ്, അല്ലെങ്കിൽ അവരുടെ ഡെഫിഷ്യൻസി കണ്ടുപിടിച്ച് അതിൻ്റെ കോംപ്ലിക്കേഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി വൈറ്റമിൻ എ കൊടുക്കുക. പിന്നെ പ്രൊഫൈലാക്സിസ് എഗൻസ്റ്റ് അനീമിയ വരാതിരിക്കാൻ വേണ്ടി അപ്പോൾ അയൺ ആൻഡ് ഫോളിക് ആസിഡൊക്കെയാണ് അവിടെ കൊടുക്കേണ്ടത്. മനസ്സിലായോ? അങ്ങനെയുള്ള വൈറ്റമിൻ സിയും.
പിന്നെ അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ കൺട്രോൾ പ്രോഗ്രാം. ഈ അയഡിൻ ഡെഫിഷ്യൻസി പറഞ്ഞാൽ അയഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന രോഗത്തെ ഗോയിറ്റർ എന്ന് പറയുന്ന രോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അത് ന്യൂട്രീഷണൽ പ്രോഗ്രാമിൽ കൊണ്ടുവന്നു. പിന്നെ സ്പെഷ്യൽ ന്യൂട്രീഷൻ പ്രോഗ്രാം, അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക ന്യൂട്രീഷൻ്റെ കുറവ് കുട്ടികൾക്കോ അമ്മമാർക്കോ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ അതിന് വേണ്ട സ്പെഷ്യൽ മാനേജ്മെൻറ്റ് ചെയ്യുക. പിന്നെ ബാൽവാഡീസ് ന്യൂട്രീഷൻ പ്രോഗ്രാം, അതായത് ഈ പ്രീ സ്കൂളിലും ബാലവാടികളിലും ഒക്കെ പോകുന്ന കുട്ടികൾക്ക് അവിടെ വെച്ച് തന്നെ അവർക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാനുള്ള സംവിധാനം, അതാണ് ബാൽവാടി ന്യൂട്രീഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതിനകത്തും ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം എന്ന് പറഞ്ഞത്. അതിനകത്ത് ഈ പറയുന്ന ന്യൂട്രീഷൻ പ്രോഗ്രാം ഉണ്ട്, വാക്സിനേഷൻ ഉണ്ട്, പിന്നെ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് അതിന് വന്നേക്കുന്നത് തന്നെ, ICDS, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം. അപ്പോൾ അതിനകത്ത് ന്യൂട്രീഷൻ ഉണ്ട്, പിന്നെ വാക്സിനേഷൻ ഉണ്ട്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അസസ്മെൻ്റ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അതും ഈ ന്യൂട്രീഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വന്നു. പിന്നെ മിഡ് ഡേ മീൽ പ്രോഗ്രാം, അതെന്ന് പറഞ്ഞാൽ എന്താ, അതായത് സ്കൂളിലുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുക. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം മിക്ക കുട്ടികളും ചിലപ്പോൾ ചോറ് സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ചോറ് കൊണ്ടുപോകത്തില്ല, അവർക്ക് സ്കൂളിൽ നിന്ന് നല്ല ഫുഡ് ഉച്ചയ്ക്ക് കിട്ടും. ആ മിഡ് ഡേ മീൽ പ്രോഗ്രാമും ഈ ന്യൂട്രീഷൻ്റെ പ്രോഗ്രാം ഓഫ് ഇന്ത്യയുടെ ഒരു ഭാഗമായിരുന്നു. അപ്പം അതാണ് മെയിൻലി നമുക്ക് ഇത്രയും. അതിനകത്ത് ഓരോന്നിനെ പറ്റി കുറച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്, യു ഹാവ് ടു ഗോ ത്രൂ ഇറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ എന്താണ് പ്രോഗ്രാം, നാഷണൽ പ്രോഗ്രാംസ് റിലേറ്റഡ് ടു ചൈൽഡ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ. മനസ്സിലായല്ലോ? അതിനകത്ത് നമ്മൾ ഡീൽ ചെയ്തത് നാഷണൽ ഹെൽത്ത് പോളിസി ഓഫ് 2001, യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, ചൈൽഡ് സർവൈവൽ ആൻഡ് സേഫ് മദർഹുഡ് പ്രോഗ്രാം, റിപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം, ദ ഡയറിയൽ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം ആൻഡ് ന്യൂട്രീഷണൽ പ്രോഗ്രാം. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ യു ഹാവ് ടു, ഞാൻ ഇതിൻ്റെ വീഡിയോ അയച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലായോ, എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഓക്കെ.